കണ്ണൂരിൽ വാഹനാപകടത്തിൽ കോളേജ് വിദ്യാർത്ഥി മരിച്ചു. ചേലേരിമുക്ക് സ്വദേശി മുഹമ്മദാണ് മരിച്ചത്. ഇന്ന് രാവിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി മങ്ങാട്ടുപറമ്പ് ക്യാമ്പസിന് സമീപമായിരുന്നു അപകടമുണ്ടായത്. ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന വാഹനത്തിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നു. ബൈക്കിൽ കൂടെയുണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റു. മിഥുൻ പിള്ള ചേർന്ന വിവരങ്ങളുമായി. മിഥുൻ, എപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്, എങ്ങനെ സംഭവിച്ചുവെന്ന് വ്യക്തമാക്കുന്നു? മിഥുനിലേക്ക് വരാം. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇത്രയുമാണ്. വാഹനാപകടത്തിൽ കോളേജ് വിദ്യാർത്ഥി മരിച്ചു എന്നുള്ളത്. ചേലേരിമുക്ക് സ്വദേശി മുഹമ്മദ്. ഇന്ന് രാവിലെയാണ് ഈ അപകടം സംഭവിച്ചത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി മങ്ങാട്ടുപറമ്പ് ക്യാമ്പസിന് സമീപം അവിടുത്തെ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് എന്ന് മനസ്സിലാക്കുന്നു. ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന വാഹനത്തിൽ മുഹമ്മദിൻ്റെ ബൈക്ക് ഇടിക്കുകയായിരുന്നു എന്നുമാണ് വ്യക്തമാകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്നാണ് അറിയേണ്ടത്. ബൈക്കിൽ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. ആ വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എപ്പോഴാണ് ഈ അപകടം എന്ന് വ്യക്തമല്ല. മിഥുൻ വിവരങ്ങൾ നൽകും. മിഥുൻ, ഈ അപകടം സംഭവിച്ചത് എപ്പോഴാണ്, എങ്ങനെ? വീണ, ഇന്ന് രാവിലെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. കണ്ണൂർ മങ്ങാട്ടുപറമ്പിലാണ് വാഹനാപകടത്തിൽ വിദ്യാർത്ഥി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കല്യാശ്ശേരി ആംസ്റ്റെക് കോളേജിലെ BA 2ാം വർഷ വിദ്യാർത്ഥിയും കോളേജ് യൂണിയൻ ചെയർമാനുമായ ചേലേരിമുക്ക് സ്വദേശി മുഹമ്മദാണ് മരിച്ചത്. ഇന്ന് രാവിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിന് സമീപമായിരുന്നു ഈ ഒരു അപകടം നടന്നത്. രാവിലെ കോളേജിലേക്ക് ഇരുചക്ര വാഹനം എടുത്തു പോവുകയായിരുന്നു മുഹമ്മദ്. ആ സമയത്ത് തിരിച്ചു വരികയായിരുന്ന ഒരു ലോറി, അതായത് ഗ്യാസ് സിലിണ്ടറും കയറ്റി വന്ന ലോറിയുമായി ഈ മുഹമ്മദിന്റെ ഇരുചക്ര വാഹനം കൂട്ടിയിടിക്കുകയായിരുന്നു. മുഹമ്മദ് ഈ ഒരു അപകട സ്ഥലത്ത് തന്നെ മരിച്ചു എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മുഹമ്മദിനൊപ്പം മറ്റൊരു വിദ്യാർത്ഥിയും കൂടെ ഉണ്ടായിരുന്നു. പള്ളിപ്പറമ്പ് സ്വദേശിയായ സൽമാൻ എന്നൊരു സഹപാഠിയാണ് മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇയാൾക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വീണ.